ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ തന്നെ. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ 3 മീൻ എടുത്തിരിക്കുന്ന RedSnapper ആണ്. അപ്പം അതിനോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടണം. ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുക. നാരങ്ങാനീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ മീനൊക്കെ ഒന്ന് തടവി വെച്ച് ഒരു 20-30 മിനിറ്റ് നമ്മൾക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം തടവി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള മസാല ഉണ്ടാക്കാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച്. ഇതെല്ലാം നമ്മൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തത് വേണ്ടത് കുഞ്ഞുള്ളിയും പിന്നെ ഒരു ഇഞ്ചി ചെറിയ കഷ്ണം, വെളിയുടെ ഒരു 2 അല്ലി, വലിയ അല്ലിയാണ്. അതും എല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ കറിവേപ്പില ഞാൻ അപ്പോൾ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പം അതിലോട്ട് കീറിയിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മിക്സിയിലിട്ട് അടിക്കുമ്പം ജസ്റ്റ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടിക്കാം. അപ്പം ഇത് നമ്മൾക്ക് ഇതും റെഡി ആയിട്ടുണ്ട്. ഫിഷ് വറുത്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് ഒരു വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ നല്ലതായിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾക്ക് മീനൊക്കെ മാറ്റി വെച്ച തടവി വെച്ചതെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇപ്പോൾ ഇത് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ പാന് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ആ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടിയിട്ടുള്ളതുണ്ടല്ലോ, അത് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം. മുളക് പൊടിയും കുറച്ച് ഇടണം. അത് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അതിനുശേഷം ഇനി കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അത് ഇടാം ഇതിലോട്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പിന്നെ വീണ്ടും അടച്ചു വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അതെന്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ലൊരു പരുവാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി ഇത് കുറച്ച് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഇപ്പം നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് ഇതിൻ്റെ പരുവം നല്ല കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ഇത് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ മീൻ വറുത്ത് വെച്ചതുണ്ടല്ലോ, ആ മീൻ വറുത്ത് വെച്ചത് ഇതിലോട്ട് ഇടണം. ഇതിലോട്ട് ഇട്ടിട്ട് ആ മസാല എല്ലാം മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നന്നായിട്ട് തേച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഈ മൂടി വയ്ക്കുന്ന സമയത്ത് തീ നല്ല സിമ്മിലായിരിക്കണം, കുറവായിരിക്കണം. തീ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ഒന്നും ഇട്ടിട്ട് വെക്കരുത്. അപ്പോൾ ദേ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. അതുവരെ ബൈ.